എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ഡെയിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു വെറൈറ്റി ഡിഷായിട്ടാണ്. എപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒറോട്ടിയും മീൻകറിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ്. ഞാൻ കണ്ടുപിടിച്ചതല്ല, ആരോ കണ്ടുപിടിച്ച റെസിപ്പി. പക്ഷേ ഞാനത് എൻ്റെതായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഉച്ചക്കുള്ള പ്രിപ്പറേഷനാണ് ഈ വെറൈറ്റി ഡിഷ്. അപ്പോൾ ഇതിനായി 2 കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ശേഷം നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് കുറച്ച് ഉപ്പിട്ട് നമുക്ക് ഈ ഒരു അരി വേവിച്ചെടുക്കാം. നമുക്കൊരു 70% വേവിച്ചെടുക്കാം. ബാക്കി നമ്മൾ സെപ്പറേറ്റ് കുക്ക് ചെയ്യുന്നുണ്ട് ഒന്നും കൂടിയും. അപ്പോൾ നമുക്കിത് വേകുന്നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസിൽ നല്ല തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു പാകമായിട്ടുണ്ട്. നമുക്കിനി ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ വെറൈറ്റി ഡിഷസ് ഞാൻ കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസാണ് ചെയ്യാറ്. എനിക്ക് വെറൈറ്റി ഡിഷ് എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസാണ്. സോ അങ്ങനത്തെ എനിക്ക് കിട്ടുന്ന എൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെറൈറ്റി ഡിഷസൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യാറുണ്ട്. നമുക്ക് വേറൊരു പാത്രം ചൂടാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതാ പറഞ്ഞത് ഫുള്ളായിട്ട് കുക്ക് ചെയ്യേണ്ട, കാരണം ബട്ടറിൽ നമുക്ക് ഒന്നും കൂടി കുക്ക് ചെയ്യാനുള്ളതാണിത്. സോ ബട്ടറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇതിന് നമുക്ക് 4 ഹോൾ ഉണ്ടാക്കി വെക്കാം. കാരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഹോൾ ഉണ്ടാക്കി വെക്കുന്നത്, വേറൊന്നുമല്ല. എല്ലാ ഭാഗത്തും കൂടി അതിൻ്റെ സ്റ്റീം പോയി കുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കും. പക്ഷേങ്കിൽ റോസ് വാട്ടറിൻ്റെ ഫ്ലേവർ അധികം അപ്പം ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനിവിടെ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമുക്കിതൊരു 10-15 മിനിറ്റ് വെച്ച് വേവിച്ചെടുക്കും. ഇനിയാണ് നമ്മുടെ ഡിഷിലെ ഒന്നാമത്തെ താരം. അതായത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നമ്മൾ ഇത്രയും സാഫ്രൺ ഇട്ട് നമ്മളത് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ കളറ് ഒന്ന് നന്നായിട്ട് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ ഫ്ലേവറും കളേഴ്സും എല്ലാം നല്ല അടിപൊളിയാണ്. സാഫ്രൺ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. സോ സാഫ്രൺ ചീപ്പായിട്ട് കിട്ടുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ട്രൈ ചെയ്യാം. ഇനി അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. മസാലക്ക് എന്തൊക്കെ വേണം നോക്കാം. ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, പട്ട, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഏലക്ക, ഇത്രയും സാധനമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ പീസസ് എടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ടാവും. വലിയ തക്കാളി ജസ്റ്റ് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തതാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു കടായിലേക്ക് അല്ലെങ്കിൽ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. അതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ, അതായത് ചിക്കനിൽ ഒരു മസാലയും ഒന്നും തേച്ച് പിടിപ്പിച്ചിട്ടില്ല, പ്ലെയിൻ ചിക്കനാണ് ഇടുന്നത്. ഈ ബട്ടറിൽ ഈ ചിക്കൻ ഇങ്ങനെ കുക്ക് ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. മാത്രമല്ല ചിക്കൻ്റെ സ്റ്റോക്കും കൂടി അതിൽ ഇളകി വരുമ്പോൾ നമ്മൾ ഈ മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ 2 ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയാണ് നമ്മുടെ റൈസിലെ രണ്ടാമത്തെ താരം. ഇതാരാണെന്ന്, അപ്പോൾ ഇത് ബെർബറി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്, ഡ്രൈ ഫ്രൂട്ടാണ്. ഇത് നമ്മൾ ഒരു 1/4 കപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആവും. ഇതിപ്പോൾ കുറച്ച് ഹാർഡാണ്. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് പുളിയായിട്ടുള്ള ടേസ്റ്റാണ്. പുളി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഏകദേശം 2 സൈഡും ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഓവർ കുക്കാകണ്ട, കാരണം നമ്മൾ ഒന്നുകൂടി മസാല ഇട്ടിട്ട് കുക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഫ്ലേവർ, ഈ ബട്ടറിൻ്റെ ഫ്ലേവർക്ക് ഈ മസാലക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തത് ഓണിയൻ ചേർത്ത് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബൈ ഈ റൈസിൻ്റെ പേര് പറയാൻ മറന്നിട്ടുണ്ട്. ഈ റൈസിൻ്റെ പേരാണ് ഇറാനിയൻ ബെർബറി റൈസ്. എനിക്ക് തോന്നുന്നു അവർക്ക് കൂടുതലായിട്ട് ഈ ബെർബറി കിട്ടുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനത്തെ റൈസ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ എൻ്റെതായ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഉള്ളിയെല്ലാം ഏകദേശം ഒന്ന് വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ബാക്കിയുള്ള സ്പൈസസും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പട്ട, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഏലക്ക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ സ്പൈസസ് ഒക്കെ വളരെ കുറവാണ്. നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് സ്പൈസസ് വേണ്ടി വരുന്ന ആൾക്കാരാണെങ്കിൽ സ്പൈസസ് ചേർത്ത് ഉണ്ടാക്കുക. പക്ഷെ ഈ ഒരു കണക്കിൽ ഞാൻ ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടുള്ളൂ, 1 സ്പൂണ്. ആ ഒരു കണക്കിൽ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള
സാഫ്രൺ ഇതിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് റൈസിൽ ചേർക്കാനാണ്. അപ്പോൾ പകുതി ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള ആ ബർബറി ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ഈ ഒരു ബർബറിയെ നമ്മളൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. കുക്ക് ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടതുണ്ട്. അത് ഞാൻ വയ്യ പറഞ്ഞുതരാം. ഏകദേശം നമ്മുടെ ബർബറി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇട്ടിട്ടുള്ളത് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ സാധാ ഷുഗർ ഇട്ടാലും മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അത് ആഡ് ചെയ്തെന്നുള്ളൂ. കാരണം ഇതിന് ഭയങ്കര പുളിയാന്ന് പറഞ്ഞില്ലേ, ആ ഒരു പുളിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് സാഫ്രൺ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലും സാഫ്രണിൻ്റെ ഫ്ലേവറാണ് വരുന്നത് കേട്ടോ. അതായത് കുങ്കുമപ്പൂവിൻ്റെ കുറച്ച് ഒഴിച്ച് നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് കുക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക. ഞാനിപ്പോൾ കുറച്ച് പിസ്താഷ്യോ ചേർക്കുന്നുണ്ട്. കാഷ്യൂ നട്ട് ചേർത്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ നേരത്തെ ബട്ടറും കുറച്ച് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാൻ വെച്ച റൈസ് ഇപ്പോൾ കറക്റ്റ് ടെക്സ്ചറിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു ഭാഗം റൈസ് മാറ്റി വെക്കാം. കാരണം ഇതിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചൊരു 1/4 കപ്പ് നമ്മുടെ സാഫ്രൺ ഇല്ലേ, അത് ചേർത്ത് ഒന്ന് മിക്സ് ആക്കാനുണ്ട്. അങ്ങനെ സാഫ്രണിൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ബട്ടറിൻ്റെ എല്ലാം കൂടി ആയിട്ടൊരു നല്ല സ്മെല്ലാണ്. പിന്നെ ഇതിൻ്റെ കളറ് നല്ലൊരു ഗോൾഡൻ ടെക്സ്ചർ വരുന്ന നല്ലൊരു കളറാണ്. സോ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി സൈഡിലൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരും ശരിക്കും ഇമ്പ്രഷൻ ആവും. കാരണം ഇങ്ങനത്തെ ഡിഷൊന്നും നമ്മൾ അധികം ആളും ഉപയോഗിക്കാത്ത ഒരു ഡിഷസാണ്. പിന്നെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകുക എന്തായാലും സ്പൈസി ആയിട്ടുള്ള ഫുഡായിരിക്കും. ഇത് അത്ര സ്പൈസി അല്ലെങ്കിലും ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഇനി സെർവ് ചെയ്യാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വെറ്റി കറക്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമ്മളിത് ബിരിയാണിയിൽ ഇങ്ങനെ കളേഴ്സ് ചേർത്ത് സെർവ് ചെയ്യൂലേ, അതുപോലെ തന്നെയാണ് 2 സെപ്പറേറ്റ് പോർഷൻ ആക്കുക. ആദ്യം ഞാനിവിടെ സാഫ്രൺ ചേർത്തത് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ബട്ടറിൽ കുക്ക് ചെയ്ത വൈറ്റ് റൈസും കൂടി ഇതിലിട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ലുക്ക് കണ്ട എല്ലാവരും ഒന്ന് വീഴില്ലേ? നമ്മൾ ഗസ്റ്റുകളൊക്കെ വീഴ്ത്താൻ ഇത് പോരെ, ഈ ലുക്ക് വെച്ച് ആരും വീണു പോവും. ലുക്ക് വൈസ് മാത്രമല്ല ടേസ്റ്റ് വൈസും നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. ഒരു വെറൈറ്റി ഫ്ലേവർ, നമ്മുടെ തനി നാടൻ ഫുഡൊക്കെ മാറി വേറൊരു ഫ്ലേവറിലേക്ക് ഇറങ്ങി ചെന്ന പോലെ ഉണ്ട്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് നമുക്കിത് ഡെക്കറേഷൻ ചെയ്യാം. ഇതിൻ്റെ ആവശ്യമില്ല, വെറുതെ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് ഞാൻ ഇന്ന് ഇതിനെ ഒരു സുന്ദരി കോതയാക്കുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. പല രീതിയിലും ഡ്രൈ ഫ്രൂട്ട്സ് അപ്പുറം വെച്ചും ഇപ്പുറം വെച്ചും ട്രൈ ചെയ്യുന്നുണ്ട്. ഫൈനലി എന്തിലാണാവോ കലാശിക്കാന്ന് അറിയില്ല. എന്നാലും നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം. എന്തായാലും എവിടെയെങ്കിലും ആയി തീരും. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സുമായി ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഫൈനലി അതിൻ്റെ സ്ഥാനം അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ ആ മസാല. അപ്പം ഈ ഒരു മസാലയും ഈ 2 റൈസും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്ക് സാലഡ് ഇതിൻ്റെ കൂടെ വിളമ്പാം, കുക്കുംബർ, ക്യാരറ്റ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ലഞ്ചിൻ്റെ വിശേഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വെറൈറ്റി ഒക്കെ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. നമ്മൾ എപ്പം കഴിക്കുന്ന ഭക്ഷണം അല്ലാണ്ട് കുറച്ചൊന്ന് മാറി ചിന്തിക്കുക. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഇനി ബർബറി കിട്ടില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. നമ്മുടെ ബ്ലാക്ക് റെസിൻസിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിന് ഏകദേശം ഒരു പുളി മധുരം ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താലും രസമുണ്ടാവും. എനിക്കിപ്പോൾ ഇത് കയ്യിൽ ഇത് കിട്ടിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും അങ്ങനെ തന്നെ ചെയ്തേനെ. എനിക്കെന്തായാലും വെറൈറ്റി ഒന്ന് പിടിക്കണമെന്നേ ഉള്ളൂ. അതേതായാലും സാധിച്ചു. സോ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് വീട്ടുകാരെയും നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഒന്ന് ഞെട്ടിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ വിശേഷം ഇത്രയാണ്. അപ്പം ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് ലഞ്ചും കഴിഞ്ഞ് ഇനി രാത്രി ഒന്നുമില്ല. ഇത് തന്നെ ബാക്കി ഉണ്ടാവും രാത്രി. അങ്ങനെ കാരണം വേറൊന്നുമില്ല, ഇന്ന് ഈവനിങ് കുറച്ച് പർച്ചേസ് ഉണ്ട്, വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ട്. അപ്പോൾ രാത്രിക്ക് കൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ റൈസ് വെച്ചിട്ടുള്ളത്. സോ എൻ്റെ ഇന്നത്തെ വ്ലോഗ് ഇത്രയാണുള്ളത്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമൻറ്റോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.